തലയോലപ്പറമ്പ് ഉമ്മാംകുന്നിലെ വീട്ടിൽ ചിതയെരിഞ്ഞു തീർന്നിട്ടില്ല. മക്കൾ നവമിക്കും നവനീതിനും ജീവിതത്തിന്റെ വഴി വെട്ടിത്തെളിച്ചൊരമ്മ, വിശ്രുതന്റെ നട്ടെല്ല്. എന്റെ മണ്ണും മകള് നിങ്ങളെ ലോകം മുഴുവനുള്ളത് ഞങ്ങൾക്ക് തന്നാലും എന്റെ മട്ടും നല്ല മകളുള്ള പറ്റൂല. പൊന്നും മക്കളെ, ചെയ്യാനാ? ഞങ്ങൾക്ക് വീടും കൊട്ടാരും ഒന്നും വേണ്ട. ഞങ്ങൾക്ക് നടക്കേണ്ടത് എന്റെ ഈ 2 കുഞ്ഞുങ്ങള്, ഒന്നിന്റെ രോഗവും ഭേദാകണം, 2 കുഞ്ഞുങ്ങൾക്ക് 10 പൈസക്ക് വഴി കിട്ടണം. ഈ ആഗ്രഹമേ ഉള്ളൂ. രണ്ടര സെന്റിലെ പണിതീരാത്ത വീട് മക്കൾക്കായി അമ്മയൊഴുക്കിയ വിയർപ്പിന്റെ ബാക്കിയാണ്. ആദ്യം കുട്ടികളുടെ പഠനം, പിന്നെ മതി വീടെന്ന ബിന്ദുവിന്റെ ശാഠ്യത്തിന്റെ വിലയാണ്. ഇനി ഞങ്ങൾക്കാരുണ്ടെന്ന് 2 മക്കൾ നിറകണ്ണുകളോടെ ചോദിക്കുമ്പോൾ സർക്കാരാണ് പ്രതിക്കൂട്ടിൽ. നവമിയുടെ പഠനം, നവനീതിന്റെ ജോലി എല്ലാം ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകിയാലും ബിന്ദുവിന് പകരമാകില്ല. ആരോഗ്യവകുപ്പിന്റെയും അധികൃതരുടെയും അനാസ്ഥയ്ക്കെതിരെ നാടാകെ തീ ആളിപ്പടരുകയാണ്. ഓരോ ഇടങ്ങളിൽ ഓരോ കൊടികളുമായി പ്രതിഷേധത്തിന്റെ ഈ കനൽ. സിസ്റ്റത്തിന്റെ പ്രശ്നം നേരെയാക്കാത്ത ആരോഗ്യമന്ത്രിക്ക് നേരെയാണ് മുദ്രാവാക്യങ്ങൾ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തൈക്കാട് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ട അങ്ങാടിക്കലെ വീട്ടിലേക്ക് മാർച്ചുമായി BJP-ക്കാർ. പലയിടത്തും പ്രതിഷേധങ്ങൾ കൈവിട്ടു. കാസർഗോഡ് പ്രതിഷേധക്കാരെ എതിരേറ്റത് ജലപീരങ്കി.
കൊല്ലത്തും കൊച്ചിയിലും കോഴിക്കോടും പാലക്കാടുമെല്ലാം പ്രതിഷേധങ്ങളുടെ വേലിയേറ്റം. ബിന്ദുവിന് വേണ്ടി മാത്രമല്ല ഈ പ്രതിഷേധങ്ങൾ. നമ്പർ 1 എന്ന് മേനി നടിക്കുന്ന ആരോഗ്യ കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുമോ? വിമാനം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതുകൊണ്ട് ഗതാഗത മന്ത്രി രാജിവെക്കുകയാണ്. ഇത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. 1100 കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. മെഡിക്കൽ സപ്ലൈസ് നിർത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ? നിലം പൊത്താൻ കാത്തിരുന്ന കെട്ടിടങ്ങളുടെ പുറംമൂടികൾ തുറന്നു കാട്ടപ്പെടുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ മെൻസ് ഹോസ്റ്റലിലേക്ക് മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ തിരിഞ്ഞു. അടുത്തത് മെൻസ് ഹോസ്റ്റലോ എന്ന സംശയം ബലപ്പെടുത്തുന്ന കാഴ്ചകൾ. എന്ത് ധൈര്യത്തിലാണ് കയറി കിടക്കുന്നത്? അങ്ങനെ ഒന്നും പറയാനില്ല. ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ ഇതുപോലെ മഴക്കാലത്ത് ഇങ്ങനെ ഫുൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ കുറേ പറഞ്ഞിട്ടാണ് വേറെ റൂമില്ലായിരുന്നു. അങ്ങോട്ട് പിന്നെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ ഞാൻ ഇപ്പോൾ 3rd ഇയറാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ അവസാനം എനിക്ക് റൂം അലോക്കേറ്റ് ചെയ്ത് തന്നു.
കാരണം എൻ്റെ റൂമിൽ ഫുൾ കുറേ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഊർന്ന് മഴ വരുമ്പോൾ ഫുൾ വെള്ളം വരില്ല സീലിംഗിൽ നിന്ന്. അതിൽ നിന്ന് തന്നെ ഇപ്പം എലി ശല്യം ആയാലും എലി വരുന്നത് അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ആ റൂമിൽ നിന്ന് മാറ്റി. ഈ വാർഡനോടും അതുപോലെ തന്നെ പറയുന്ന സമയത്തൊക്കെ എന്താ പ്രതികരണം? അതുപോലെ മെഡിക്കൽ കോളേജ് വാർഡന്മാരൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സൂപ്രണ്ട് ഓഫീസറും ആയാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈയിങ് എഫക്റ്റീവ് ആണ്, കുറച്ചും കൂടി എഫക്റ്റീവ് ആവണം. 6 പതിറ്റാണ്ടത്തെ മഴയും വെയിലുമേറ്റ കെട്ടിടം ഏത് സമയത്തും നിലം പൊത്താം. This room, when there is rain, then at this place, like 2-inch water was there. So we used to use this to soak the water. That was the condition of this room. And all this wall are falling. This wall is falling. I don't know when I'm sleeping there, if some wall falls on my head, what will happen? There is a lot of things to consider. This whole wall was wet. And above this floor, 2 tanks are there. And if it is in this condition, suppose the tank fall in this room, all of us will be dead. ഇത് ഞാനിപ്പോൾ 3-ാം വർഷമാണ്. അപ്പോൾ വന്നപ്പോട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന സാധനം വന്ന സിമെൻറ്റിങ് വെച്ചൊരു ടെമ്പററി വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് അങ്ങനെ ഇത് പിടിച്ചേക്കുമെന്ന് അറിയത്തില്ല. പുതിയൊരു ബിൽഡിംഗ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. പെയിൻ്റ് എല്ലാം പൊളിഞ്ഞു വീഴുന്നു, കോൺക്രീറ്റ് അതുപോലെ തന്നെ പോകുന്നു, വെള്ളം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്ക് നടന്ന സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്നൊരു പീസ് കോൺക്രീറ്റ് തന്നെ പറഞ്ഞു വീഴുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ. അപ്പോൾ നമുക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യം ഇവിടെ എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ്റെനൻസ് നടക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. പെയിൻ്റ് അടിക്കുക, ചെറിയ രീതിയിൽ തേച്ച് വെക്കുക എന്നുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടു ചെടി വരെ വളർന്നകത്തേക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് ഈ റൂമിലോട്ട് കയറുകയാണ്. അത് എപ്പോൾ വേണേൽ തകർന്നു വീഴാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ റൂം ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് താമസിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെ ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നില്ല. അപ്പോൾ അതിന് പരിഹാരം തരേണ്ട ഭരണകൂടം ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പരിഹാരം തരണം. അല്ല ഞങ്ങളിവിടെ ഈ കാണുന്നുണ്ടല്ലോ, ഞാൻ ഫൈനൽ ഇയർ ഇപ്പം ഞങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കും. ആരോടും ഒന്നും മിണ്ടരുതെന്നാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം. ഞങ്ങൾ വരുന്നതിന് 5 കൊല്ലം മുമ്പ് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടെ ഹോസ്റ്റൽ ബാത്റൂമിൽ ലോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ബാത്റൂം ലോക്ക് ആക്കി തരും. അപ്പൊ അതൊക്കെ ഒരു ആഡംബരല്ലേ മോനെന്ന് പറഞ്ഞത്. വാർത്ത ചർച്ചയായി. അതുവരെ കാണാതിരുന്ന അധികൃതർ സിമന്റുമായി ഇറങ്ങി. അറ്റകുറ്റപ്പണികൾ തുടങ്ങി. കോട്ടയത്ത് നിന്ന് പാലക്കാടേക്ക് പോയാൽ അവിടെയും കാണാം സിസ്റ്റം ഫെയിലിയർ. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ പണി പൂർത്തിയാക്കിയിട്ടും രോഗികൾ പഴയ കെട്ടിടത്തിൽ തന്നെ. സ്ത്രീകളുടെ വാർഡിൽ അടർന്നു വീണ ചുമരിന്റെ ബാക്കി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം, ഈ താലൂക്ക് ആശുപത്രി നിലവിൽ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തൊട്ടുള്ള ഒരു ആശുപത്രി കെട്ടിടമാണ്. അതാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെ വാർഡാണ് നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, അതിന്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം ഇളകി ഇഷ്ടിക എല്ലാം പുറത്തു വന്ന നിലയിൽ എല്ലാം കാണാം. അത് ചിലതൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ഇടിഞ്ഞ് വീഴാറായ ഒരു നിലയിലാണുള്ളത്. ആശുപത്രിയിൽ ഉള്ള ആളുകൾ പറയുമ്പോൾ അതിന് ബലമുണ്ട്, വേറെ കേടുപാടുകളൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിലാണ് ഇതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നത്. കെട്ടിടത്തിന്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം ഇളകി, അതുപോലെ തന്നെ ഓടിനുള്ള പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. മൂലയിലെല്ലാം ഓട് ഇളകി പോയിട്ടുണ്ട്. മാത്രമല്ല മഴക്കാലം കണക്കിലെടുത്ത് ആ പരിസരത്തുള്ള മരങ്ങളെല്ലാം ഈ ആശുപത്രിയിലോട്ട് വീഴാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതെല്ലാം വെട്ടിമാറ്റിയാണ് ഇപ്പോൾ ഈ ഒരു കെട്ടിടം നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഏതായാലും ഇതിലെ ഏറ്റവും വലിയ കാര്യം ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ ഏറ്റവും നവീകരിച്ച പുതിയൊരു കെട്ടിടം 1.5 മാസം മുൻപാണ് ഇതിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയാണ് ഈ ഒരു ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ആശുപത്രിയുടെ പഴയ ആശുപത്രിയിലുള്ള എല്ലാ വാർഡുകളും എല്ലാ റൂമുകളും എല്ലാം പുതിയ കെട്ടിടത്തിലോട്ട് ഉടനടി തന്നെ മാറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഈ പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ 1.5 മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് കാലം ഇത്രയുമായിട്ടും ഈ കെട്ടിടം പഴയ കെട്ടിടത്തിലുള്ള ഒന്നും തന്നെ പുതിയ കെട്ടിടത്തിലോട്ട് മാറ്റിയിട്ടില്ല. പുതിയ കെട്ടിടം ഇപ്പോൾ അവർ അതിന് സാങ്കേതികമായി പറയുന്നത് കേന്ദ്രത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഹൈറ്റ്സിനായിരുന്നു ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല. അവർ കൈമാറാത്തതാണ് ഈ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഹൈറ്റ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹൈറ്റ്സിന് ഇപ്പോൾ ഒരു ഫർണിച്ചറിംഗ്, ഈ പുതിയ കെട്ടിടത്തിലോട്ടുള്ള ഫർണിച്ചർ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന കാലതാമസം അത് പൂർത്തിയാകാത്തതാണ് ഇത്തരത്തിൽ
ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം മാറാത്തത് എന്നാണ് ഹൈറ്റ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. ഏതായാലും ഇവിടെ എത്തുന്ന രോഗികളുടെ കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രി ഇപ്പോൾ നിലവിലുള്ള ഈ സ്ത്രീകളുടെ വാർഡിൽ തന്നെ 10 ബെഡ് സൗകര്യമാണുള്ളത്, 10 പേർക്ക് കിടക്കാവുന്ന സൗകര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് ആശുപത്രിയുടെ അകത്തുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം രോഗികളുണ്ട്, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, മാത്രമല്ല ഈ ആശുപത്രി ജീവനക്കാരുമുണ്ട്. നമുക്കറിയാം ഈ മണ്ഡലത്തിലെ MLA എന്ന് പറയുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ്, വൈദ്യുതി മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ MLA ഓഫീസിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് ഈ ആശുപത്രി കെട്ടിടം പ്രവർത്തിക്കുന്നതും എന്നുള്ള ഒരു വളരെ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ആളുകൾ വളരെ വലിയ ആശങ്കയിലാണ്. രോഗം മാറ്റാൻ വരുന്ന ആശുപത്രി, പക്ഷേ ആ ആശുപത്രിയുടെ രോഗം ആര് മാറ്റും, ഇല്ലെങ്കിൽ ആശുപത്രിക്ക് ഒരു അസുഖം വന്നാൽ അത്തരത്തിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളൊരു ആശങ്ക ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഏത് സമയത്തും വീഴാവുന്ന കോൺക്രീറ്റ് മേൽക്കൂര. അത്യാഹിത വിഭാഗത്തിലാണ് മലപ്പുറം താലൂക്ക് ആശുപത്രി. അൺഫിറ്റായ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. മലപ്പുറത്തും സിസ്റ്റത്തിന് തന്നെയാണ് ചികിത്സ വേണ്ടത്. കടലാസ് കടക്കാനാകാത്ത പദ്ധതികളും കെട്ടിടങ്ങളും. വർഷം 1 കഴിഞ്ഞെങ്കിലും ആശുപത്രിക്ക് ഇനിയും ഒരു മാറ്റവും വന്നിട്ടില്ല. അടിയന്തര ചികിത്സ തന്നെയാണ് മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടത്. ഇവിടെ എല്ലാ അധികാരികളും ഈ ബിൽഡിംഗ് അൺഫിറ്റാന്ന് പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ അഡ്മിഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് മാറ്റിയത്. പക്ഷേ അതിന് ബദൽ സംവിധാനം വരെ ഏർപ്പെടുത്തിയതുമില്ല. ഇപ്പം നിലവിൽ കാഷ്വാലിറ്റിൻ്റെ ഒരു ഭാഗം, അതേപോലെ ഫിസിയോതെറാപ്പി സെൻറ്റർ, ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ഒരു ഓഫീസ്, നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ഓഫീസ്, കാഷ്വാലിറ്റി OP ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഇന്ന് മലപ്പുറം താലൂക്ക് ആശുപത്രി നിൽക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലുമുണ്ട് അനാരോഗ്യത്തിന്റെ കോൺക്രീറ്റ് പാളി. പാലിയേറ്റീവ് കെയർ OPയും ഒഫ്താൽമോളജി OPയും പ്രവർത്തിക്കുന്ന ആശുപത്രി വളപ്പിലെ തന്നെ പഴയ കെട്ടിടം മാത്രമല്ല, അറ്റകുറ്റപ്പണി പ്രഖ്യാപിക്കപ്പെട്ട B&C ബ്ലോക്കിലും കഴിഞ്ഞ 1 മാസത്തിനിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 20 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് B&C ബ്ലോക്കിന്. മഴ പെയ്താൽ പലയിടത്തും കോൺക്രീറ്റിനിടയിൽ ഉറവ് പൊട്ടും. മേൽക്കൂര ചിലയിടങ്ങളിലെല്ലാം അടർന്നു. തെളിഞ്ഞു കാണുന്നത് തുരുമ്പിച്ച കമ്പികൾ. തൂണുകളിൽ പലതിനും ഇതുതന്നെയാണ് അവസ്ഥ. ഭിത്തിയിലും കാര്യമായ കേടുപാടുണ്ട്. 4 നില കെട്ടിടം ശക്തിപ്പെടുത്താൻ നേരത്തെ തീരുമാനിച്ചതാണ്, പക്ഷേ ഒന്നും ശരിയായില്ല. അറ്റകുറ്റപ്പണിക്കായി 1.5 മാസം മുൻപ് അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ജനറൽ ആശുപത്രി ICUവിലായിട്ടും ചികിത്സിക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകൾ പരിഹസിക്കുമ്പോഴും ഇപ്പോൾ ശരിയാക്കാമെന്ന പതിവ് പല്ലവി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാർക്കായി തുറന്നുകൊടുക്കാത്ത വിശ്രമ കേന്ദ്രം. ഇതാദ്യമായല്ല നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ഇതിനു മുൻപും ഈ വിശ്രമ കേന്ദ്രത്തിൻ്റെ അവസ്ഥ കാണിക്കാനായി നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു കെട്ടിടമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരുമൊക്കെ എത്ര ബുദ്ധിമുട്ടിൽ ആണ് കഴിയുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിലത്തൊക്കെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോഴാണ് നല്ല ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് പൂട്ടിക്കിടക്കുന്ന അവസ്ഥ. ഇവിടെ കയറുമ്പോൾ കതക് പൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അകത്തേക്ക് ഇതിന് കയറാൻ കഴിയില്ല. ഇവിടെ താഴെയൊക്കെ നോക്കിയാൽ മദ്യക്കുപ്പികളടക്കം ഇവിടെ കിടക്കുന്നുണ്ട്. SIT കോമ്പൗണ്ടിനുള്ളിലാണ് കൊതുകുതിരികളൊക്കെ കിടക്കുന്നത് കാണാം. അതായത് ഈ സാധാരണക്കാരായ രോഗികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരെത്തുമ്പോൾ അവർക്ക് കിടക്കാൻ അകത്ത് സ്ഥലമില്ലാതെ വരുമ്പോൾ അവർ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഒരു 6 മാസം മുൻപ് സ്റ്റെഫിനും ഞാനും ഇവിടെ വന്ന് ഇതേ വാർത്ത, ഇവിടെ ഇത് പൂട്ടിക്കിടക്കുന്നു എന്നുള്ള വാർത്ത ചെയ്തു പോയതാണ്. പക്ഷേ അതിനുശേഷവും ഇത് എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു അറിവുമില്ല. തിരുവനന്തപുരം നഗരസഭയുടെ വിശ്രമ കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് ഇത് പണിതിട്ടിരിക്കുന്നത്. അതിന് തൊട്ടിപ്പുറയായി പൊളിഞ്ഞു വീഴാൻ പരുവത്തിന് കാലാകാലങ്ങളായി പഴക്കം ചെന്ന് പ്രായമായി അവശതയിലായ മറ്റൊരു കെട്ടിടം ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്, ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ജില്ലയിൽ ശരിയല്ലാത്ത സിസ്റ്റത്തിന്റെ എത്രയോ ഉദാഹരണങ്ങൾ.
കുമ്പളയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ഓട് പൂർണ്ണമായും തകർന്ന് അതിന് മുകളിൽ ആസ്ബറ്റോസ് ഷീറ്റ് ഇട്ട് മൂടിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പിന്നീട് ഓരോ വാർഡുകളിലേക്കും പോകുന്ന സമയത്ത് പുരുഷന്മാരുടെ വാർഡാവട്ടെ അതുപോലെ തന്നെ സ്ത്രീകളുടെ വാർഡാവട്ടെ അതിനകത്തൊക്കെ തന്നെ ഓരോ ബക്കറ്റുകളാണ്. രോഗികളെ ഇപ്പോൾ അവിടെ കിടത്തി ചികിത്സിക്കുന്നില്ല, അതിനുള്ള സൗകര്യമില്ല. മാത്രമല്ല അവിടെ എന്ത് ധൈര്യത്തിലാണ് ആളുകൾ അവിടെ ചികിത്സിക്കാനായി പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ഓരോ ബെഡുകൾക്ക് മുകളിലും കൃത്യമായി ഓരോ ബക്കറ്റുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് ക്ലീനിങ് സ്റ്റാഫുകൾ സ്ഥാപിച്ചു പോയതായിരിക്കും, ജോലിക്കിടയിൽ എന്തെങ്കിലും ചായ കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നൊക്കെ കരുതിയത്. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് തൊട്ട് മുകളിലൊക്കെ തന്നെ ഓടിന് മുകളിൽ വലിയ പൊട്ടലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിലൂടെ വെള്ളം കിനിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള താൽക്കാലിക പ്രതിവിധി എന്നുള്ള രീതിയിലാണ് അങ്ങിങ്ങായി മുഴുവൻ അവിടെയൊക്കെ ബക്കറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നാടാകെ പടർന്നു പിടിച്ച വൈറസുകളെ പ്രതിരോധിച്ച ഒരു ആരോഗ്യ കേരളമാണ് നമ്മുടേത്. രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ചികിത്സാ സംവിധാനം, രോഗങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട് സർക്കാർ ആശുപത്രികൾ. മനസ്സിന്റെ വേദന അറിഞ്ഞ് ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ കേന്ദ്രമാണ് അവിടം. ആടിയുലയുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധം.